വീട്ടമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വിലക്കയറ്റം. ഇത് കേൾക്കുമ്പോഴേ നെഞ്ചിനകത്തൊരു വല്ലാത്തൊരു തീയാണ്. ഈ അടുത്തിടയ്ക്ക് തന്നെ പെട്രോളിന് വില കൂടി. സ്വാഭാവികമായിട്ടും പെട്രോളിന് വില കൂടുമ്പോൾ ചരക്ക് കൂലി കൂടുന്നു, ഓട്ടോ ചാർജ്, ബസ് ചാർജ്, എല്ലാ ചാർജുകളും കൂടുകയാണ്. കൂട്ടത്തിൽ പച്ചക്കറി വില, മറ്റുള്ള പലചരക്ക് സാധനങ്ങളുടെ വിലയാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും ഇന്നത്തെ വിലയല്ല നാളെ. അപ്പോൾ എന്ത് സംഭവിക്കുക? നമ്മുടെ ടോട്ടൽ ഫാമിലി ബഡ്ജറ്റ് തന്നെ ആകെ താറുമാറാകും. ഒരുപക്ഷെ നമ്മുടെ ഭർത്താവ് നമുക്ക് മാസത്തിൽ തരുന്നത് ഒരു 10,000 രൂപ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഇന്ന് ആ 10,000 രൂപ എന്നുള്ളത് നാളെ ഒരു പക്ഷേ അല്ലെങ്കിൽ അടുത്ത മാസം ഒരു പക്ഷേ അത് 12 or 13 ഒക്കെ ആകാം. അപ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കാര്യം ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നന്നായി നോക്കണം, ആർക്കും ഒരു കുറവില്ലാത്ത രീതിയിൽ ആ ഒരു മുന്നോട്ട് പോകണം. പക്ഷെ അപ്പോഴും സഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ സാധിക്കാറില്ല. അധികാരവർഗ്ഗങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നോക്കുകുത്തിയാകാനേ നിവൃത്തിയുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഈ ഒരു വിഷയങ്ങളിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും സംവദിക്കാനും വേണ്ടി വീട്ടമ്മയിൽ പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങുന്നത്. ലൗഡ് സ്പീക്കർ. 35 ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾക്കുമേൽ മഹാദുരന്തത്തിന്റെ ദുർവിധിയുമായി മലയാളത്തിന്റെ മണ്ണിൽ 115 വർഷത്തെ കാലപ്പഴക്കവുമായി ജലബോംബ് ഭീഷണിയുടെ രൂപത്തിൽ ഒരണക്കെട്ട് മുല്ലപ്പെരിയാർ. മലയാളി ഇന്നൂണിലും ഉറക്കത്തിലും ഓർമ്മിക്കുന്ന ഒരു നാമം മുല്ലപ്പെരിയാർ. കേവലം 50 വർഷങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം ഇന്ന് 115 വർഷങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിന്റെ ഇടനെഞ്ചിൽ ആശങ്കയും ആവലാതിയും മാത്രം. ദൈവത്തിൻ സ്വന്തം നാടിൻ പൊന്നോമന മക്കൾ ഞങ്ങൾ, പ്രളയത്തിൽ പൊലിയും മുൻപേ ഉണരൂ ഉണരൂ. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 ജില്ലകൾ പരിപൂർണമായി ഈ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 ജില്ലകൾ പരിപൂർണമായി ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. ഏതാണ്ട് 35 ലക്ഷത്തിൽ പരം ജനങ്ങളുടെ ജീവൻ അപഹരിക്കപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ ഇത് കേരളത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഈ മനുഷ്യ മനസാക്ഷി ഉണർത്താൻ ഒരു ജനകീയ പ്രക്ഷോഭണമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ 6 മാസത്തിന് ജൂലൈക്ക് ശേഷം 26 ഭൂചലനങ്ങളുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജലസേചന വകുപ്പ് മന്ത്രി പത്രസമ്മേളനത്തിലൂടെ 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവന് ഹാനി സംഭവിക്കാൻ സാധ്യതയുള്ള ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂചലനങ്ങൾ അടിക്കടി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതിന് അതിന് സുരക്ഷിതത്വം ഉറപ്പില്ല. നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഭൂചലനം. ഇനി അന്ന് റിച്ചർ സ്കെയിലിൽ 3.5 ആയിരുന്നു കഴിഞ്ഞ 2-3 അടുത്ത കാലത്ത് നടന്ന ഭൂചലനങ്ങൾ. അത് 6 ആയി കഴിഞ്ഞാൽ ഡാം തന്നെ തകരും എന്നാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. പ്രതിഷേധ സമരങ്ങളും അവകാശ സമരങ്ങളും ധാരാളം കണ്ടുമടുത്ത കേരളത്തിൽ ഇത്രയധികം ജനരോക്ഷം ആളിക്കത്തിയ ഒരു സംഭവം ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിരിക്കാം. കൊച്ചുകുട്ടികൾ മുതൽ വീട്ടമ്മമാർ ഉൾപ്പെടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലയും കടന്ന് കേരളത്തിന്റെ ജനകീയ പ്രശ്നമായി മാറിക്കഴിഞ്ഞു ഇന്ന് മുല്ലപ്പെരിയാർ എന്ന കേരളത്തിന്റെ കാലനായ ഈ ജലസംഭരണി. മുല്ലപ്പെരിയാർ വിഷയം ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് വളർന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേരള സർക്കാർ തന്നെ ഒട്ടേറെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൻ്റെ നിസ്സംഗത ഒന്നുകൊണ്ട് മാത്രം ആ പരിപാടി നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ വിഷയം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഭരണകക്ഷി പ്രതിപക്ഷമന്യേ എല്ലാ രാഷ്ട്രീയങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഉപവാസ സമരവും മറ്റ് സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്.
കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്നത് അതിൽ വേറെ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ധീരരക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിനു സമീപം ബാലസംഘം സഹയാത്രികരായ കൊച്ചുകുട്ടികൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ ആവേശം നെഞ്ചിൽ ആവാഹിച്ച് ഉപവാസ സമരത്തിന്റെ ഒരു നാൾ പൂർത്തിയാക്കിയപ്പോൾ ഇവരുടെ ആവേശത്തിന് അഗ്നിജ്വാല പകരാൻ എത്തിയത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിലാണ് നിങ്ങൾ ഈ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം ഈ സമരം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്തുകൊണ്ടും സ്വാഗതാർഹമായ കാര്യമാണ്. മുല്ലപ്പെരിയാറിലെ അണ പൊട്ടിപ്പോയാൽ ഏതാണ്ട് 35 ലക്ഷം ജനങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ് ആത്മാഹുതി ചെയ്യപ്പെടുക. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചപ്പോൾ രണ്ടു കൂട്ടരും കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴുള്ള അണക്കെട്ട് സുരക്ഷിതമല്ല, പകരം ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള ബണ്ട് കെട്ടണം. ഇന്ന് തമിഴ്നാട് സഹോദരങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ബണ്ട് കെട്ടിയാലും കൊടുക്കുന്നതാണ്. അത് ഒരത്തേക്ക് ഇന്ന് 136 അടി ഉയരത്തിൽ വെള്ളം നിൽക്കട്ടെ എന്ന സുപ്രീം കോടതിയുടെ വിധിക്ക് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന കേസിന്റെ പ്രശ്നത്തിൽ ഇപ്പോഴത്തെ വെള്ളത്തിന്റെ സ്ഥിതി അനുസരിച്ച് അത് 120 ആക്കി കുറയ്ക്കണം എന്നും നാം ആവശ്യപ്പെട്ടിരിക്കുക. പ്രതിഷേധത്തിന്റെ കാമ്പും കരുത്തും കാതലുമായി എന്നും കേരളത്തിന്റെ ക്ഷുഭിത യൗവനം ജനകീയ സമരങ്ങളിൽ ഇടപെട്ട ചരിത്രം കേരളത്തിന്റെ ഭൂതകാലത്തിലും ഒപ്പം വർത്തമാനകാലത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ ഒരു ഫേസ്ബുക്ക് സംഘം സേവ് മുല്ലപ്പെരിയാർ എന്ന ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്തു. അത് ഇവിടെ ഞങ്ങൾ കവടിയാർന്ന് ശംഖുമുഖം വരെ ഒരു ബൈക്ക് റാലി ഓർഗനൈസ് ചെയ്യുകയുണ്ടായി. അത് വളരെ സക്സസ് ആയിരുന്നു. മാത്രമല്ല അവിടെ ശംഖുമുഖത്ത് ചെന്നിട്ട് അവിടെ നമ്മളൊരു പൊതുയോഗം സംഘടിപ്പിക്കുകയും അവിടെ വെച്ച് സാധാരണ നാട്ടുകാരെ ഒരു ബോധവൽക്കരണ ശ്രമം എന്നുള്ള രീതിയിൽ എന്താണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്നുള്ളതിനെപ്പറ്റി പറയുകയും അതിനെപ്പറ്റി കൂടുതൽ അവിടെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അതിനോടൊപ്പം തന്നെ അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ രാജസേന സാറാണ്, സംവിധായകൻ രാജസേന സാറാണ്. പിന്നെ അവിടെ BRP ഭാസ്കർ സാർ, മാവേലിക്കര രാമചന്ദ്രൻ സാർ, അങ്ങനെ വേറെ ഗസ്റ്റുകളുണ്ടായിരുന്നു. വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച യൗവനത്തിന്റെ വിരൽ തുമ്പുകളിൽ പ്രതിഷേധത്തിന്റെ അഗ്നി പകർത്തിയപ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആശങ്കയ്ക്ക് ആശ്വാസത്തിന്റെ വിപ്ലവ വീര്യവുമായി അണിനിരന്നത് ആയിരങ്ങളാണ്. ഫേസ്ബുക്ക് ക്യാമ്പയിനിൽ അത് വളരെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ഏതാണ്ട് 5000-ഓളം പേർ ഇതിനോട് ഈ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇങ്ങനെ ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് ചെയ്യുന്നതിന് സപ്പോർട്ട് പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് ഞങ്ങൾ ആ നമ്പറൊക്കെ അപ്ഡേറ്റ് ചെയ്തു. ഞങ്ങൾ നമ്പറൊക്കെ ഇവൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പ്രത്യേകിച്ച് നമ്മളെ പ്രവാസികളായുള്ള മലയാളികൾ ഒരുപാട് പേർ അത് ഫോൺ ചെയ്തിട്ട് അവർ തന്നെ സപ്പോർട്ട് അറിയിച്ചു. അപ്പോൾ അതൊക്കെ നമുക്കൊരു നല്ലൊരു പ്രചോദനമായിരുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ് ആയി നടത്തുക എന്നുള്ളതിനൊരു വലിയൊരു പ്രചോദനമായിരുന്നു. ഞങ്ങൾക്കാവശ്യം പുതിയ ഡാമാണെന്നും മുല്ലപ്പെരിയാറിനെ സംരക്ഷിക്കണമെന്നും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർത്തിയ ഇവർ 35 ലക്ഷം ജനങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങളിൽ നിഴലും നിലാവുമാണ്. ഇവിടെ ഈ മുല്ലപ്പെരിയാറിൽ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ പറഞ്ഞു വരുത്തപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവന് വേണ്ടി മാത്രമല്ല, സസ്യജാലങ്ങളും മറ്റ് ജീവജാലങ്ങളും അവർക്ക് ശബ്ദമുയർത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളവരെ മറക്കാൻ പാടില്ല. അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ശബ്ദമാണിത്. അതിനേക്കാൾ ഉപരി ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവായ പ്രശ്നത്തിൽ പോലും രാഷ്ട്രീയക്കാർ സെപ്പറേറ്റ് ആയിട്ടാണ് അവരെ ചെന്ന് അഭിമുഖീകരിക്കുകയും അവരുടെ സമര രീതികളും എല്ലാം ഒരുമിച്ചല്ലാതെ പല കൊടിക്കീഴിന് പല കൊടികളുടെ താഴെയാണ്.
അതായത് അവരുടെ ഒരു രാഷ്ട്രീയ നേട്ടം കൂടി ഈ സമരത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് ശക്തമായിട്ട് ഞങ്ങളുടെ ഈ സംഘം, അതായത് ഈ യുവാക്കളുടെ ഈ കൂട്ടം അതിനിയും വളരും. വെറുതെ ഒരു ഫേസ്ബുക്കിലൊരു പേജായിട്ട് തുടങ്ങിയതാണ്. ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങൾ ശക്തമായിട്ടും എതിർക്കുന്നു. കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് സംസാരിക്കേണ്ടതാണ്. അതിലൊരു കൊടിയുടെ ആവശ്യമില്ല. ജനങ്ങളുടെ കൂടെയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിന് പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കൊടിയുടെ ആവശ്യം എന്തിനാണ്? എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഈ കാര്യം പറഞ്ഞുകൂടെ? ഇന്ത്യക്കാരാണ് നമ്മൾ, ഒരു തമിഴിയൻ അല്ലെങ്കിൽ ഒരു കേരളായിട്ട് എന്നതിലുപരി നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഇനി ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമായിട്ട് വേണം നമ്മളെല്ലാവരും കണക്കാക്കേണ്ടത്. ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാജരത്നം എന്ന് പറഞ്ഞ ചേട്ടൻ. ഈ ചേട്ടനൊക്കെ തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് തമിഴ്നാട്ടുകാരെ ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തമിഴ് മക്കളുടെ കാര്യം അറിയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ മാത്രമല്ല തമിഴ് മക്കളുള്ളത്, നമ്മുടെ ഈ കേരളത്തിലും പ്രത്യേകിച്ച് ഇടുക്കി, പീരുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഒരുപാട് തമിഴ്നാട്ടുകാർ സ്റ്റേ ചെയ്യുന്നുണ്ട്. സോ അവരുടെയും രക്ഷയാണെന്ന് തമിഴ്നാട്ടിലെ ആളുകൾ അറിയണം. മാത്രമല്ല ഇപ്പോൾ എൻ്റെയൊക്കെ ഒരുപാട് തമിഴ്നാട്ടിലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് അവർക്ക് ഈ ഒരു റിയൽ സിറ്റുവേഷൻ എന്താണെന്നറിയില്ല. അവിടെ ഇതിൻ്റേതായ ഒരു റിയൽ ന്യൂസ് അവർക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രത്തോളം സ്ട്രെങ്ത് വരുമ്പോൾ നമുക്ക് വേണ്ടി രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സംഘടനകൾ മാത്രം സംസാരിക്കാതെ നമ്മൾ തന്നെ നമ്മുടെ ഈ തെരുവുകളിൽ നിന്ന് നമ്മൾ ജനം തന്നെ ഒരു കൂട്ടായ്മയെ പുറപ്പെടുമ്പോൾ അത്രത്തോളം നാഷണൽ അറ്റൻഷൻ കിട്ടുമ്പോൾ അതിനൊരു സ്ട്രെങ്ത് വരികയും ചെയ്യും. അപ്പോൾ സോ ദാറ്റ് വെളിയിലുള്ളവർ നമ്മുടെ റിയൽ ന്യൂസ് അറിയും, നമ്മുടെ പ്രശ്നം അറിയും. അതൊരു പ്രഷറായിട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ മെയിൻ ആവശ്യം, ഞങ്ങളുടെ ആവശ്യം ശക്തമാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ചെറിയ ചെറിയ ഈവൻസിൽ നമ്മളിത് നിർത്തുന്നില്ല. അൺടിൽ നമ്മുടെ ആവശ്യം സാധൂകരിക്കുന്നത് വരെ വി വിൽ ഫൈറ്റ് ഓൺ. നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയ ഒരു ഇഷ്യൂവിനെ ആയിരക്കണക്കിന് വർഷം മുമ്പ് രണ്ട് ഭാഷ സംസാരിക്കുന്ന ജനതകൾ തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് കൊണ്ടുപോയത് ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഈ രാഷ്ട്രീയക്കാരുടെ അർപ്പണ മനോഭാവമില്ലാത്ത ഈ പ്രവൃത്തിയാണ് അതിന് കാരണം. അപ്പോൾ ഇത് കാരണം ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര ഭീതിയാണുള്ളത്. അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്, എന്താണ് ഇനി അവരുടെ ലൈഫിന് ഫ്യൂച്ചർ എന്താണുള്ളത്, അതൊന്നും ആർക്കും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു, അവിടെ കറണ്ട് പോയപ്പോൾ പുള്ളി ചാടി എണീറ്റ് ആദ്യം വിളിച്ച് ചോദിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയെന്നാണ് ചോദിക്കുന്നത്. കാരണം അത്ര ആ ലെവലിലോട്ട് ആളുകളുടെ ആശങ്കയും ഭീതിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ തന്നെ വളരെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനും ഈ കൂട്ടായ്മയിൽ ധാരാളം ആൾക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്ന് പങ്കെടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതിനോടൊപ്പം ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ യാതൊരു കാരണവശാലും രാഷ്ട്രീയക്കാരെ കൊണ്ട് മുതലെടുക്കാൻ പാടില്ല. ഈ വരുന്ന ഇലക്ഷനോ അല്ലെങ്കിൽ ഇനി വരുന്ന ഇലക്ഷനോ വേണ്ടി ആളുകൾ മുഖം കാണിച്ച് സത്യാഗ്രഹമായിരുന്നും ഓരോ രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ചും ഈ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവസാനിപ്പിക്കണം. സംഗീതവും മുല്ലപ്പെരിയാർ ഡാമും തമ്മിൽ എന്തു ബന്ധം എന്ന് നമ്മളിൽ പലർക്കും സംശയം തോന്നിയേക്കാം. പ്രതിഷേധത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിലൂടെ, കണ്ണുകളിലൂടെ, നമ്മുടെ ഇടനെഞ്ചിൽ എത്തുമ്പോൾ ആവേശത്തിൻ്റെ പുത്തൻ തീജ്വാലകൾക്ക് ഇന്ധനമാകുന്നു ഇവിടെ സംഗീതം. ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മുടെ ബാലഭാസ്കരേട്ടനും ഷാൻ ചേട്ടനും. ഞാൻ ഇതേപോലെ ഞങ്ങൾ ഗസ്റ്റിനെ അന്വേഷിച്ചിരിക്കുമ്പോൾ എനിക്ക് ഷാൻ ചേട്ടന് അത് പേഴ്സണലായിട്ടും പരിചയമുണ്ട്. അങ്ങനെ ഷാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഷാൻ ചേട്ടൻ വളരെ ഉത്സാഹത്തോട് തന്നെ പറഞ്ഞു, നമ്മൾ ഇതിനു വേണ്ടി ഒരു പാട്ട് തന്നെ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പാട്ട് ചെയ്ത് അത് നമുക്ക് ആ പരിപാടിയിൽ പാടാം, അതവിടെ നമുക്കൊരു അവതരിപ്പിച്ച് നമുക്ക് ആ ഒരു രീതിയിൽ നല്ലവണ്ണം ചെയ്യാമെന്ന് ഷാൻ ചേട്ടൻ തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യായിരുന്നു ബാലഭാസ്കരേട്ടനായിട്ട് വന്നിട്ട്. അങ്ങനെ അവർ വന്ന് അവരുടെ വീഡിയോ പ്രദർശനം ചെയ്തു. മാത്രമല്ല ഈ പാട്ടൊക്കെ പാടി. അത് വളരെ ഒരു ആവേശകരമായ ഒരു നിമിഷങ്ങളായിരുന്നു അതൊക്കെ. വയലിൻ മാന്ത്രികൻ ബാലഭാസ്കറും പിന്നണി ഗായകൻ ഷാനും ചേർന്ന് പുറത്തിറക്കിയ സംഗീത ആൽബത്തിൽ നമുക്കും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഇടപെടാൻ ഇടമുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സംഗീതവും പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുണർത്തുന്നു. I don't know why I feel the end is near, yeah. Open your eyes, let's go someday. Open your eyes, this eyes are தமிழகத்திற்கு தண்ணி தர வேண்டும் என்பதை மறுத்து வருகிறார். அதே நேரத்தில் கேரளாவும் பாதுகாப்பு கிடைக்க வேண்டும் என்பதும் முக்கியம் என்று குற்றச்சாட்டி கூறினார். ഈ മണ്ണിൽ തീരാമോ
ഇനി എത്ര നാൾ കയ്യെത്തും ദൂരെ കാണുമോ നാലു ജില്ലകളും 35 ലക്ഷം ജനങ്ങളും ഭീതിയോടെ ആശങ്കയോടെ ഉറങ്ങാതെ ഉണർന്നെണീക്കുമ്പോൾ അവർ ദുസ്വപ്നം കണ്ട ദുരന്തം ഓർക്കാപ്പുറത്തോടിയെത്തിയാൽ 50 വർഷങ്ങൾ മാത്രം കാലാവധി നിശ്ചയിച്ച മുല്ലപ്പെരിയാർ ഡാം 115 വർഷങ്ങൾ പിന്നിടുമ്പോൾ ബാക്കിയായ 65 വർഷങ്ങൾ നമ്മളും നമ്മെ ഭരിച്ച ജനാധിപത്യ സർക്കാരുകളും ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്ന് ആരും ചോദിക്കരുത്. കാരണം ഒരു മഹാദുരന്തത്തിന് ശേഷം മാത്രമേ നമ്മളിൽ പലർക്കും ഞെട്ടൽ രേഖപ്പെടുത്താൻ ഒരവസരം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അനുശോചനങ്ങളുടെ മുതലക്കണ്ണീരൊഴുക്കി മുല്ലപ്പെരിയാർ ഡാമിൽ 136 അടിക്ക് മുകളിൽ വീണ്ടും കേരളത്തിന്റെ കണ്ണുനീർ കൊണ്ട് ജലനിരപ്പ് നമുക്കുയർത്താം. 4668 ഏക്കർ സ്ഥലത്താണ് മുല്ലപ്പെരിയാറിലെ വെള്ളം ആ സ്ഥലത്താണ് താങ്ങി നിർത്തിയിരിക്കുന്നത്. 136 അടി ഉയരത്തിൽ അത് പൊട്ടി ഒഴുകാൻ തുടങ്ങിയാൽ വെള്ളം എത്രയായിരിക്കും? ആർക്കും അതിനെ തടയാനൊക്കില്ല. 4 ജില്ലയിലെ 35 ലക്ഷത്തോളം ജനങ്ങളെ ആവാഹിച്ചുകൊണ്ട് അവരുടെ വീടുകളും അവരുടെ പശുക്കളോ ആടുകളോ മറ്റു മൃഗങ്ങളോ ഉണ്ടെങ്കിൽ അവയും എല്ലാം എടുത്തെറിഞ്ഞുകൊണ്ടുള്ള പ്രവാഹമായിരിക്കും അറേബ്യൻ കടലിലേക്ക് പോകും. തമിഴ്നാടിന് ജലവും കേരളത്തിന് കണ്ണുനീരുമല്ല നമുക്ക് വേണ്ടത്. കേരളത്തിന്റെ ഭീതിക്കും ആശങ്കയ്ക്കും ദുസ്വപ്നങ്ങൾക്കും മുകളിൽ ഉയർന്നുവരുന്ന ഒരു പുതിയ മുല്ലപ്പെരിയാർ ഡാമിന് മാത്രമേ കേരളത്തിന്റെ കണ്ണുനീർ അറബിക്കടലിലേക്ക് ഒഴുക്കിവിടാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഉണരൂ ഉണരൂ ഭാരത ഹൃദയമേ, ദുരിതം പടരും മുൻപേ തടയൂ. ഉണരൂ ഉണരൂ ഭാരത ഹൃദയമേ, ദുരിതം പടരും മുൻപേ തടയൂ. ദൈവത്തിൻ സ്വന്തം നാടിൻ പൊന്നോമന മക്കൾ ഞങ്ങൾ, പ്രളയത്തിൽ പൊലിയും മുൻപേ ഉണരൂ ഉണരൂ. Save us, save us from this disaster. Save us, save us, save us from this disaster. ഉണരൂ ഉണരൂ ഭാരത ഹൃദയമേ, ദുരിതം പടരും മുൻപേ തടയൂ. ഉണരൂ ഉണരൂ ഭാരത ഹൃദയമേ, ദുരിതം പടരും മുൻപേ തടയൂ. Save Mullaperiyar.